പ്രവാസലോകത്തെ വാർത്തകൾ. ഇന്ത്യയും ബ്രസീലുമായുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ലക്ഷ്യമിടുന്നത് $20 ബില്യൺ വ്യാപാരം. പ്രതിരോധം മുതൽ വ്യാപാരം, സാങ്കേതികവിദ്യ വരെയുള്ള മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവയും ചൊവ്വാഴ്ച ചർച്ച ചെയ്തു. 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $20 ബില്യൺ ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുമെന്ന് ഇരു നേതാക്കളും ആവർത്തിച്ചു. റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ലുലയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി മോദി തലസ്ഥാനമായ ബ്രസീലിയയിലെത്തിയിരുന്നു. അന്താരാഷ്ട്ര ഭീകരതയെയും രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങളെയും ചെറുക്കുന്നതിനുള്ള ഒരു കരാറും രഹസ്യവിവരങ്ങളുടെ കൈമാറ്റവും പരസ്പര സംരക്ഷണവും സംബന്ധിച്ച മറ്റൊരു കരാറും ഉൾപ്പെടെ 6 കരാറുകളിൽ ഇരുപക്ഷവും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ സഹകരണം, ഡിജിറ്റൽ പരിവർത്തനം, ബൗദ്ധിക സ്വത്തവകാശം, കാർഷിക ഗവേഷണം എന്നിവയ്ക്കായി ധാരണാപത്രങ്ങളിലും അവർ ഒപ്പുവച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ വായ്പാ വളർച്ച കുറഞ്ഞതായി റിപ്പോർട്ട്. യുഎസിലേക്കും കാനഡയിലേക്കുമുള്ള വിദ്യാർത്ഥി വിസകളുടെ എണ്ണം കുറഞ്ഞതാണ് കാരണമെന്ന് വിലയിരുത്തൽ. സമീപ വർഷങ്ങളിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളുടെ അതായത് NBFCകളുടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമാണ് വിദ്യാഭ്യാസ വായ്പകൾ. ഈ പ്രവണത ഇപ്പോൾ തണുക്കുകയാണെന്ന് ക്രിസിൽ റേറ്റിംഗ് റിപ്പോർട്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ 77%, 2025 സാമ്പത്തിക വർഷത്തിൽ 48% വളർച്ച നേടിയ ശേഷം ഈ സാമ്പത്തിക വർഷത്തിൽ ഇത് ഏകദേശം 25% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിസ, നയമാറ്റങ്ങൾ എന്നിവ കാരണം അമേരിക്കയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതാണ് ഇതിന് കാരണം. യുഎസും കാനഡയും വിദ്യാർത്ഥി വിസ നിയമങ്ങൾ കർശനമാക്കിയതോടെ NBFCകൾ മറ്റ് അന്താരാഷ്ട്ര വിപണികളിലേക്കും ആഭ്യന്തര വിദ്യാഭ്യാസ വിഭാഗങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആസ്തി നിലവാരം നിയന്ത്രണത്തിലാണെങ്കിലും വരും മാസങ്ങളിൽ വായ്പകളുടെ ഒരു പ്രധാന പങ്ക് മൊറട്ടോറിയത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനാൽ അപകട സാധ്യതകൾ ഉയരുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ക്രിസിൽ റേറ്റിംഗ് റിപ്പോർട്ട് അനുസരിച്ച് NBFCകളുടെ മാനേജ്മെന്റിലുള്ള വിദ്യാഭ്യാസ വായ്പാ ആസ്തികൾ 2026 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ 80,000 കോടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ 64,000 കോടിയായും 2024 സാമ്പത്തിക വർഷത്തിൽ 43,000 കോടിയായും ശക്തമായ വർധനവ് ഉണ്ടായതിനെ തുടർന്നാണിത്. എന്നിരുന്നാലും വളർച്ചയുടെ വേഗത ഇപ്പോൾ കുത്തനെ മന്ദഗതിയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിൽ ഇനി വിദേശികൾക്കും ഭൂമി സ്വന്തമാക്കാം. തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ചു. അടുത്ത വർഷം മുതൽ നിയമം നടപ്പിലാക്കും. വൻകിട നഗരങ്ങളായ റിയാദിലും ജിദ്ദയിലുമുള്ള നിശ്ചിത മേഖലകളിലായിരിക്കും ഭൂമി ലഭിക്കുക. റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി ഭൂമി കണ്ടെത്തും. അടുത്ത വർഷം ആദ്യം നിയമം നടപ്പിലാക്കും. വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും പക്ഷേ നിയന്ത്രണങ്ങളുണ്ടാകും. 150 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വിശദമായ മാർഗനിർദ്ദേശം പുറത്തിറങ്ങും. വിപണി വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതികളുടെ തുടർച്ചയാണ് വിദേശ പൗരന്മാർക്കും ഭൂമിയിലെ ഉടമസ്ഥാവകാശം നൽകുന്നത്. നേരത്തെ ദീർഘകാല വിസയായ പ്രീമിയം റെസിഡൻസി സൗദി നടപ്പാക്കിയിരുന്നു. സൗദി റിയൽ എസ്റ്റേറ്റ് മേഖല വികസിപ്പിക്കാനും നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാൻ വർക്ക് പെർമിറ്റ് പുതുക്കൽ കാലാവധി ഉടൻ അവസാനിക്കും. ഇനിയും വിസ പുതുക്കാത്ത പ്രവാസികൾ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി തൊഴിൽ മന്ത്രാലയം. വർക്ക് പെർമിറ്റ് വിസ പുതുക്കാത്ത പ്രവാസികൾക്ക് പിഴയില്ലാതെ വിസ പുതുക്കാനുള്ള കാലാവധി അവസാനിക്കുന്നത് ജൂലൈ 31-നാണ്. പ്രവാസികൾക്ക് കരാർ റദ്ദാക്കി രാജ്യം വിടാനും അവസരമുണ്ട്. 7 വർഷത്തിൽ കൂടുതലുള്ള പിഴകൾ ഒഴിവാക്കി നൽകും. കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ ഫീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്താൻ താൽപര്യമുള്ള പ്രവാസികൾക്ക് മികച്ച അവസരമാണിത്. അടുത്ത 2 വർഷത്തേക്ക് വർക്ക് പെർമിറ്റുകൾ പുതുക്കാൻ സാധിക്കും. എന്നാൽ തൊഴിലുടമയ്ക്ക് ഇതിന് താൽപര്യമില്ലെങ്കിൽ പുതുക്കൽ സേവനം അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. 7 വർഷം മുൻപ് ലേബർ കാർഡ് കാലഹരണപ്പെട്ട വ്യക്തിയുടെ പിഴകളും കുടിശ്ശികയും റദ്ദാക്കി. 2017-ലും അതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്ന് വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കിയെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാനിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി എമിറേറ്റ്സ് എയർലൈൻസ്. ദുബായ് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളും റദ്ദാക്കി. ഇറാനിലേക്കും തിരിച്ചുള്ള സർവീസുകൾ ഈ മാസം 17 വരെ എമിറേറ്റ്സ് എയർലൈൻസ് റദ്ദാക്കി. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ദുബായ് വഴി ഇറാനിലേക്കുള്ള കണക്ഷൻ വിമാനങ്ങളും ഉണ്ടാകില്ല. സാങ്കേതിക പ്രശ്നങ്ങളാണ് സർവീസ് റദ്ദാക്കിയതിന് കാരണമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. ജൂലൈ 10 മുതൽ സർവീസ് പുനരാരംഭിക്കുമെന്നാണ് നേരത്തെ വിമാന കമ്പനി അറിയിച്ചിരുന്നത്. അതിനാലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയത്. നിരവധി യാത്രക്കാർക്കാണ് ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.